blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ ഫോണെടുത്ത് 1-2 പേരോടെങ്കിലും ഈ ബ്ലെസ്സിങ് ടുഡേ കാണാൻ ആവശ്യപ്പെടുക. അത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർണാടകയിൽ നിന്നും ഒരു വെൽവിഷറായ ഒരു സഹോദരിയാണ്. മകൾ എമിലിൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എമിൽ. നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, എമിലിനായി പ്രാർത്ഥിക്കുന്നു. ലുക്കീമിയയിൽ നിന്ന് മറ്റെല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ഈ മകൾക്ക് അങ്ങ് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. മകന് 10th ബോർഡ് എക്സാമിൽ 96% മാർക്കോടുകൂടെ പാസ്സാകാൻ കഴിഞ്ഞതിന് നന്ദി സൂചകമായിട്ട് കൂടിയാണ് ഇന്നലെ ഒരു ഫൈനാൻഷ്യൽ പാർട്ട്ണറായി മാറിയിരിക്കുന്നത്. കർത്താവ്, ഇതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. 2 മക്കളുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിനായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ആത്മീയമായി അനുഗ്രഹിക്കണമേ, ആരോഗ്യം നൽകണമേ, ക്ഷേമം നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ട്ണറിങ് വിത്ത് us. അപ്പോൾ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഒരു ഫൈനാൻഷ്യൽ പാർട്ട്ണറായി പ്രൊമോട്ടറായി ഒക്കെ മാറാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ മെയ് 26 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് മെയ് 27 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരബിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ഞാൻ ഈ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രോഗ്രാം എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ കാണുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമാണ്. എനിക്ക് ഈ പ്രോഗ്രാം കാണുന്നത് കൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നുണ്ട്. വളരെ ലളിതമായ രീതിയിൽ ദൈവവചനത്തെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ബ്രദർ ഡാമിയൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ കൂടുതൽ ദൈവത്തിലേക്ക് ആശ്രയിക്കാനും നമ്മൾ ആരാണെന്നും നമ്മുടെ പദവി എന്താണെന്നും ഒക്കെ അറിയുവാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. We have the mind of Christ. Through the Holy Spirit we can understand that which was a mystery to the Old Testament believer. പരിശുദ്ധാത്മാവിനാൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായതുകൊണ്ട് പഴയ നിയമ വിശ്വാസികൾക്ക് മനസ്സിലാകാൻ പാടില്ലാതിരുന്ന കഴിയാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Renewal of the mind is the sole purpose for which God has called us for. ഓർക്കുക, ദൈവം നമ്മെ വിളിച്ച വിളിയുടെ പ്രധാന ലക്ഷ്യമാണ് മനസ്സിന്റെ രൂപാന്തരം എന്ന് പറയുന്നത്. ഉറക്കെ പറയാമോ? മനസ്സിന്റെ രൂപാന്തരം. Hallelujah. Hallelujah. It's the main part of the redemptive work the Holy Spirit does in our lives after the born again experience. വീണ്ടും ജനനത്തിന് ശേഷം വീണ്ടെടുപ്പിന്റെ പരിശുദ്ധാത്മാവ് നടത്തിയ വീണ്ടെടുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ രൂപാന്തരം എന്ന് പറയുന്നത്. When you come next week to Blessing Center, അടുത്ത ആഴ്ചയിൽ ബ്ലെസ്സിംഗ് സെന്ററിൽ വരുമ്പോൾ, if you change your hairstyle, നിങ്ങളുടെ മുടിയുടെ സ്റ്റൈൽ മാറ്റിയെങ്കിൽ, for example you have a curly hair, ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ചുരുണ്ട മുടിക്കാരനായിരുന്നു, you straighten the hair, എന്നാൽ മുടി അങ്ങ് നിവർത്തി സ്ട്രെയിറ്റൻ ചെയ്തു. all will know, oh you have straight hair now. എല്ലാവരും ചോദിക്കും, നിങ്ങളുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്തല്ലേ? All will notice the change. എല്ലാവരും ആ മാറ്റത്തെ തിരിച്ചറിയും. But the renewal of the mind is happening invisibly inside. എന്നാൽ മനസ്സിന്റെ രൂപാന്തരം എന്നുള്ളത് നമ്മുടെ അകത്ത് അദൃശ്യമായി നടക്കുന്ന പ്രവർത്തനമാണ്. May not manifest physically outside. അത് പുറമേ ശാരീരികമായി അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല. But remember, God has called us
for that invisible renewal that should happen in our minds. എന്നാൽ ഓർക്കുക, അദൃശ്യമായ അകത്ത് നടക്കുന്ന ആ രൂപാന്തരം നടത്തപ്പെടുവാനായിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. Shout a big hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. So Paul says, do not be conformed to the patterns of this world, അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്, but get transformed by the renewal of your mind. പകരം നിങ്ങളുടെ മനസ്സുകളെ പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. Now listen to this. The word used for transformation there is the same word used for Jesus' transfiguration. രൂപാന്തരം എന്ന വാക്ക് തന്നെയാണ് മറുരൂപ മലയിൽ വെച്ച് യേശു കർത്താവിനുണ്ടായ അനുഭവത്തിനും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. You remember with 3 disciples Jesus went up to the Mount Tabor. താബോർ മലയുടെ മുകളിൽ 3 ശിഷ്യന്മാരുമായി യേശു കർത്താവ് കയറിപ്പോയ കാര്യം ഓർക്കുന്നുണ്ടോ? 4 of them started praying. 4 പേർ ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. And as Peter looked, അതിനിടയിൽ പത്രോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ John looked, യോഹന്നാൻ നോക്കി, and James looked, യാക്കോബ് നോക്കി. they could not look at him അവർക്ക് യേശുവിലേക്ക് നോക്കാൻ സാധിച്ചില്ല. because he was brighter than the sun, കാരണം midday sun. അവൻ സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ നിൽക്കുകയാണ്. His countenance started glowing. അവന്റെ മുഖം പ്രകാശമാനമായി തിളങ്ങാൻ തുടങ്ങി. His dress started glowing. അവന്റെ വസ്ത്രം പ്രകാശം പോലെ തിളങ്ങുവാൻ തുടങ്ങി. They had been seeing him for a few years now. ചില വർഷങ്ങളായിട്ട് ഇതേ യേശുവിനെ അവർ കണ്ടുകൊണ്ടിരുന്നതാണ്. Now he is not in that form. എന്നാൽ ഇപ്പോൾ ഇന്ന് വരെ കണ്ട രൂപത്തിലല്ല യേശുവിന്റെ രൂപം. He was radiant all over. അവന്റെ ശരീരത്തിൽ മുഴുവൻ പ്രകാശം പ്രതിബിംബിക്കുകയാണ്. Just like Jesus transfigured, the Bible says we should get transfigured in our mind. യേശു കർത്താവ് ആ താബോർ മലയിൽ വെച്ച് മറുരൂപപ്പെട്ടതുപോലെ നമ്മുടെ മനസ്സിനകത്തും രൂപാന്തരം ഉണ്ടാകുകയാണ്. I have a message for you here. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഒരു സന്ദേശമുണ്ട്. When we get our mind renewed, the same glory and the same radiance will be transmitted into this world through us. ഓർക്കുക, എപ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് രൂപാന്തരം ഉണ്ടാകുമോ ആ നിമിഷം യേശുവിന്റെ മേൽ കടന്നു വന്ന അതേ മഹത്വത്തിന്റെ പ്രകാശനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. It has a day and night difference. ഇതിന് രാവും പകലും എന്ന പോലെ വ്യത്യാസമുണ്ട്. Hallelujah. Hallelujah. When Jesus went up to Mount of Transfiguration, he was an ordinary Jewish young man. യേശു കർത്താവ് ആ മറുരൂപ മലയുടെ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ അവൻ ഒരു സാധാരണ യഹൂദനെ പോലെയാണ്. But in an instant he transfigured. എന്നാൽ ഒരു നിമിഷാർത്ഥത്തിൽ അവന് രൂപാന്തരമുണ്ടായി. The Greek word used for this transformation is metamorpho. രൂപാന്തരം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നുള്ളത് മെറ്റാമോർഫോ എന്നാണ്. This means it is from this word we have metamorphosis. ഈ വാക്കിൽ നിന്നാണ് മെറ്റമോർഫിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ രൂപാന്തരീകരണം എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. And we usually say it for the change or transformation that happens to a caterpillar which becomes a butterfly through a cocoon stage. ഈ വാക്ക് രൂപാന്തരീകരണം എന്ന് പറയുന്ന വാക്ക് പ്രധാനമായി നാം ഉപയോഗിക്കുന്നത് ഒരു പുഴു അതിന്റെ സമാധി അവസ്ഥയിലേക്ക് ചെന്ന് ഒടുവിൽ അത് ഒരു ചിത്രശലഭമായി മാറുന്ന രൂപാന്തര പ്രക്രിയക്കാണ് ഈ വാക്ക് നാം ഉപയോഗിക്കുന്നത്. I want to show you a tiny video here. ഇവിടെ ഞാൻ ഒരു കൊച്ചു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുകയാണ്. You will understand what will happen. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. This is a caterpillar. അത് ഒരു പുഴുവാണ്. And slowly it comes into a pupa or cocoon. പയ്യെ അതൊരു കൊക്കൂണായി പ്യൂപ്പ സ്റ്റേജിലേക്ക് എത്തുന്നു. And after a few days it will come out as a very, very beautiful butterfly. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം മനോഹരമായ ഒരു ചിത്രശലഭമായി അത് പുറത്തേക്ക് വരികയാണ്. Hallelujah. Hallelujah. This is what is happening to our mind. ഇതാണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്. See, that worm is only 1 ounce of juice. അതിനകത്ത് ഏതാണ്ട് ആ പുഴു ഏതാണ്ട് 1 ഔൺസ് ജ്യൂസ് പോലെയാണ് അതിനകത്ത് അവസാനമായിരിക്കുന്നത്. Nothing is there. ഒന്നും തന്നെ അതിനുള്ളിലില്ല. But it comes into a cocoon. എന്നാൽ അത് ഒരു കൊക്കൂണായിട്ട് മാറുന്നു. And in that
cocoon, it cannot see anything. ആ കൊക്കൂൺ ആയിരിക്കുന്ന അവസ്ഥയിൽ അതിനൊന്നും കാണാൻ It's full of സാധ്യമല്ല. darkness. അത് മുഴുവൻ ഇരുട്ടിലാണ്. Nothing can he see. ഒന്നും അതിന് കാണാൻ But സാധ്യമല്ല. after a few days, new wings will be coming. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം പുതിയ ചില ചിറകുകൾ വരികയാണ്. Hallelujah. Hallelujah. A worm is becoming a butterfly with wings. ഓർക്കുക, ഇപ്പോൾ ഒരു പുഴു മനോഹരമായ ചിറകുകളുള്ള ഒരു ചിത്രശലഭമായി മാറുന്നു. Inside this body, I believe we are in a cocoon phase. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഇപ്പോൾ നാം എല്ലാവരും ഒരു കൊക്കൂൺ തലത്തിലാണ് ജീവിക്കുന്നത്. But the Holy Spirit is on us. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. Inside that cocoon, slowly the Holy Spirit is changing us. എന്നാൽ ഈ കൊക്കൂൺ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പതിയെ നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. And finally one day we will come out as butterflies. എന്നാൽ ഒടുവിൽ ഒരു ദിവസം ചിത്രശലഭത്തിന്റെ ചിറകുകൾ പോലെ നാം ഒരു ദിവസം പുറത്തേക്ക് വരും. When Jesus comes in the mid sky, യേശു കർത്താവ് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ we all will be flying up to meet him in the air. നാം എല്ലാവരും മധ്യാകാശത്തിൽ അവനെ എതിരേൽക്കുവാൻ വേണ്ടി എടുക്കപ്പെടും. So when I speak about renewal of the mind, അതുകൊണ്ട് മനസ്സിന്റെ രൂപാന്തരത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ we should have two pictures in our minds. നമ്മുടെ മനസ്സിൽ രണ്ട് ചിത്രങ്ങൾ Number ഉണ്ടായിരിക്കണം. one, the transfiguration of Jesus. ഒന്ന് യേശുവിന്റെ മറുരൂപമലയിലെ രൂപാന്തരം. Number two, the transfiguration or the transformation of a caterpillar into butterfly. രണ്ടാമതായിട്ട് ഒരു പുഴുവിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു ചിത്രശലഭത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട അതിന്റെ രൂപാന്തരവും മനസ്സിലുണ്ടാകണം. Hallelujah. ഹല്ലേലൂയ. And the Holy Spirit is living in us to give us this kind of a transformation. അത് മാത്രമല്ല പരിശുദ്ധാത്മാവ് ഇത്തരത്തിലുള്ള രൂപാന്തരം നൽകുവാനാണ് നമ്മുടെ അകത്ത് Now വസിക്കുന്നത്. let us read Titus chapter 3 verse number 5. ഇനി ഇപ്പോൾ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം വായിച്ചാലും He saved us not because of righteous things we had done, but because of his mercy. He saved us through the washing of rebirth and renewal by the Holy Spirit. വീണ്ടെടുപ്പിനാലും പുനർജനന സ്നാനത്താലും അവൻ നമ്മെ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു. In other words, it is the Holy Spirit who gives us renewal experience. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നമുക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം നൽകുന്നത്. So about renewal, I want to give you three things. അതുകൊണ്ട് രൂപാന്തരത്തെ കുറിച്ച് നവീകരണത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ Number one, ആഗ്രഹിക്കുന്നു. it's the work of the Holy Spirit. ഒന്നാമതായിട്ട് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ചേർന്ന് പറയാമോ? അത് രൂപാന്തരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. രൂപാന്തരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. എല്ലാവരും ചേർന്ന് പറയാം. രൂപാന്തരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. So the Holy Spirit is living in us. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ ജീവിക്കുന്നു. Always. എല്ലായ്പ്പോഴും. From the time of our rebirth experience. നമ്മുടെ വീണ്ടും ജനനത്തിന്റെ ആ അവസ്ഥ മുതൽ അവൻ നമ്മിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. For giving us a renewal. അവൻ നമുക്കൊരു നവീകരണം നൽകുന്നതുവരെ. And the Holy Spirit is the most patient, long-suffering personality. അത് മാത്രമല്ല പരിശുദ്ധാത്മാവാണ് ഏറ്റവും അധികം ക്ഷമയുള്ള ദീർഘക്ഷമയുള്ള ഒരു വ്യക്തിത്വം എന്നുള്ളത്. Hallelujah. Hallelujah. Because we want to go this way and that way in our own ways. കാരണം നാം ആ വഴിക്ക് പോകും ഈ വഴിക്ക് പോകും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നവരാണ്. But again and again with great patience he is bringing us back. എന്നാൽ മഹാകരുണയോടെ ക്ഷമയോടെ അവൻ എല്ലായ്പ്പോഴും നമ്മെ ചേർത്തുകൊണ്ടേയിരിക്കുന്നു. And he is carefully and patiently working on us to give us to shape us into his image. അത് മാത്രമല്ല വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മതയോടെ ക്രിസ്തുവിന്റെ രൂപത്തിന് അനുരൂപരാകുവാൻ വേണ്ടി നമ്മെ പണിതൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. So number one thing that we should understand is that it's the work of the Holy Spirit. അതുകൊണ്ട് നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ട വസ്തുത എന്നുള്ളത് ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. Secondly, it happens daily. രണ്ടാമതായിട്ട് ഇത് നടക്കുന്നത് ദിനംതോറുമാണ്. 2 Corinthians chapter 4 and verse number 16. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം. Therefore we do not lose heart. Though outwardly we are wasting away, yet inwardly we are being renewed day by day.
അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമെയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. Hallelujah. Hallelujah. So you have to underline being renewed day by day. അവിടെ നിങ്ങൾ അടിവരയേണ്ട ഭാഗം ഇതാണ്, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. Many people, many believers believe that this happens on Sundays. ചില ഒത്തിരി വിശ്വാസികൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന നവീകരണം നടക്കുന്നത് ഞായറാഴ്ച ദിവസം മാത്രമാണ്. So that is the day we listen to the word and we have the Holy Spirit. ആ ദിവസമാണ് ദൈവവചനം കേൾക്കുന്നത്, നമുക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. That is the day we shake our bodies in the Holy Spirit. ആ ദിവസം മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചലിപ്പിക്കുന്നത്. Shaking your body will not give you renewal of mind. നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നവീകരണം ഉണ്ടാകുന്നില്ല. Jumping and dancing and doing somersault will not give you renewal of mind. ഓർക്കുക, തുള്ളലും ചാടലും കൊണ്ട് നവീകരണമോ രൂപാന്തരമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. If you want to have a renewal in your mind, allow the Holy Spirit to work on our mind through the word of God. നിങ്ങളുടെ മനസ്സിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാനായി പരിശുദ്ധാത്മാവിന് അനുവാദം കൊടുക്കണം. And for that, as I told you last week, you have to sit alone. TAWG. അത്തരത്തിൽ നവീകരണം ഉണ്ടാകുവാൻ, രൂപാന്തരം ഉണ്ടാകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. TAWG എന്താണ്? Time alone with God. We have to sit with the Lord with His word. നാം ദൈവത്തോടൊപ്പം ദൈവവചനത്തോടൊപ്പം ഒറ്റയ്ക്കിരിക്കുക. Hallelujah. Hallelujah. That time more and more word of God will enter into our mind and we will get transformed or transfigured into His image. ആ സമയത്ത് കൂടുതൽ കൂടുതൽ ദൈവശബ്ദവും ദൈവത്തിന്റെ വചനങ്ങളും നമ്മുടെ അകത്തേക്ക് നിറയുമ്പോൾ അത് നമ്മിൽ രൂപാന്തരം ഉണ്ടാക്കി നമ്മെ യേശുവിനെ പോലെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. Shout hallelujah. ചേർന്ന് ഹല്ലേലൂയ. Number 3, this happens as we acquire more knowledge about Him. മൂന്നാമതായിട്ട് നാം അവനെ കുറിച്ചുള്ള കൂടുതൽ ജ്ഞാനം നേടുമ്പോഴാണ് ഇത് നടക്കുന്നത്. Colossians chapter 3 verse number 10. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. We have put on the new self, which is being renewed in knowledge in the image of its creator. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. So it says renewed in knowledge in the image of its creator. അവിടെ കാണുന്നത് സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായിട്ട് പുതുക്കം പ്രാപിക്കണം. One key word given there is knowledge. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു താക്കോൽ വാക്ക് എന്നുള്ളത് പരിജ്ഞാനം എന്നുള്ളതാണ്. So we can have renewal of the mind only through knowledge about Him. അതുകൊണ്ട് മനസ്സിന്റെ പുതുക്കം, രൂപാന്തരം, നവീകരണം നടക്കുന്നത് അവനിൽ നിന്നുള്ള പരിജ്ഞാനം നാം നേടുമ്പോൾ മാത്രമാണ്. Talking about knowledge in the word of God. ഞാൻ സംസാരിക്കുന്നത് ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ചാണ്. Talking about knowledge of the image of the creator. സൃഷ്ടാവിന്റെ പ്രതിരൂപത്തെ കുറിച്ചുള്ള അറിവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. Hallelujah. Hallelujah. So as we grow in the Lord, അതുകൊണ്ട് നാം കർത്താവിൽ വളരുമ്പോൾ, as we grow in our spirit, നാം ആത്മാവിൽ വളരുമ്പോൾ we will have more knowledge about God. ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരായി നാം തീരുകയാണ്. And that knowledge will give us renewal. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തെ ഉണ്ടാക്കും. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. Now we are going to march towards 1 Corinthians chapter 2. ഇനി ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മാർച്ച് ചെയ്യാൻ പോകുന്നത് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്കാണ്. Let us read verse number 9 and 10. ഈ സമയത്ത് അതിന്റെ 9-10 വചനങ്ങൾ നമുക്ക് വായിക്കാം. Actually this is a quote from the prophecy of Isaiah. സത്യത്തിൽ ഇത് യെശയ്യാവിൽ നിന്ന് എടുത്തപ്പെട്ടിട്ടുള്ള ഉദ്ധരണിയാണിത്. As it is written, eye has not seen, nor ear heard, nor have entered into the heart of man the things which God has prepared for those who love Him. 9-ാമത്തെ വചനം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ചേർന്ന് വായിക്കാമോ, ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് യെശയ്യാവ് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. Who wrote this? ആരാണിത് എഴുതിയത്? One of the major prophets named Isaiah. വളരെ ഉയർന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനായിട്ടുള്ള യെശയ്യാവാണ് അത് എഴുതിയിരിക്കുന്നത്. Isaiah wrote much more prophecies
about our Messiah. മശിഹായെ കുറിച്ചുള്ള കൂടുതൽ പ്രവചനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്, പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് യെശയ്യാ. So when seeing the new things, seeing the things in New Testament, he could understand one thing: the people of the Old Testament could not comprehend or understand so many things because so many things were hidden to their eyes. പഴയ നിയമത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അവർക്കൊരിക്കലും ഗ്രഹിക്കുവാനായിട്ട് സാധ്യമല്ലായിരുന്നു. In the Old Testament, only a few people had the Holy Spirit in them. കാരണം പഴയ നിയമത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നുള്ളൂ. A few priests, a few prophets, a few kings. ചില പ്രവാചകന്മാർക്ക്, ചില പുരോഹിതന്മാർക്ക്, ചില രാജാക്കന്മാർക്കൊക്കെ മാത്രമായിരുന്നു പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നത്. All Testament believers they never had the Holy Spirit in them. പഴയ നിയമകാലത്തിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും തന്നെ പരിശുദ്ധാത്മാവ് എന്തെന്ന് അറിയുന്നത് പോലും ഇല്ലായിരുന്നു. So they could not see with their eyes, they could not comprehend in their hearts what all things God had prepared for those who love him. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൊണ്ട് അവർക്കൊരിക്കലും കാണാൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്താണെന്ന് പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് ഒരിക്കലും അവരുടെ കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേൾക്കാനോ അവരുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് ഒരു രൂപമുണ്ടാകുവാനോ ഒരിക്കലും സാധ്യമല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് താൻ മടങ്ങി ചെന്ന് ഏകദേശം 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയിൽ തന്നെ തനിക്ക് ജോലി ലഭിച്ചു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു വലിയ ഒരു സാക്ഷ്യവുമായിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. തൻ്റെ വിവാഹം 2010 തൻ്റെ വിവാഹം കഴിഞ്ഞു. തുടർന്നുള്ള 5 വർഷങ്ങൾ തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. തനിങ്ങനെ പറഞ്ഞ താൻ വളരെയധികം നിരാശയിലായിരുന്നു. മാത്രമല്ല ആ 5 വർഷങ്ങളിൽ തനിക്ക് ആ ടെൻഷനെല്ലാം കൂടിയിട്ട് എപ്പോഴും തലവേദനയും ശാരീരികവുമായ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ട്രീറ്റ്മെൻറ്റിനായിട്ട് കടന്നുപോയപ്പോൾ കണ്ടുപിടിച്ച കാര്യം തൻ്റെ ഹസ്ബൻഡിന് ചില ശാരീരികമായ തകരാറുകൾ ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാത്തതെന്ന് അറിയാനിടയായി. ഒത്തിരി ചികിത്സകൾ അതിനു വേണ്ടി ചെയ്തു, ഒത്തിരി പൈസയെല്ലാം മുടക്കി. അതിനിടയ്ക്ക് ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരുന്ന സമയമായതുകൊണ്ട് തുടർന്നുള്ള ചികിത്സകൾക്ക് പണമൊന്നുമില്ലാതെ ഇവർ അതെല്ലാം നിർത്തി. ഈ സഹോദരി പറയുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി 2015 പത്തനംതിട്ടയിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൽ വന്ന് പ്രാർത്ഥിച്ച് ഏകദേശം 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ കൺസീവായി. മാത്രമല്ല ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ തനിക്ക് ലഭിച്ചു. മാത്രമല്ല രണ്ടാമത്തെ സാക്ഷ്യം, തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടമായിട്ട് താൻ ഗൾഫിലേക്ക് പോകാനിടയായി തീർന്നു. അവിടെ പോയിട്ട് ജോലി കിട്ടാതെ വിസയെല്ലാം ശരിയാകാതെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് താൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ ജോലി ചെയ്തിരുന്ന മുൻപത്തെ കമ്പനിയിൽ താൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒത്തിരി ട്രൈ ചെയ്തിട്ടും തനിക്ക് ജോലി ലഭിച്ചില്ല. എന്നാൽ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് താൻ മടങ്ങി ചെന്ന് ഏകദേശം 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയിൽ തന്നെ തനിക്ക് ജോലി ലഭിച്ചു. ഇന്നൊരു കുടുംബമായി അവിടെയാണ്. നഷ്ടപ്പെട്ടു പോയ അതേ കമ്പനിയിൽ തന്നെ കർത്താവ് ജോലി തിരികെ കൊടുത്തു. അതേ മാസം ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന അതേ മാസം അതേ ആഴ്ചയിൽ തന്നെയാണ് അവർക്ക് ജോലി കിട്ടിയതെന്നാണ് പറയുന്നത്. കൈകളടിച്ച് കർത്താവിനെ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതേ ദിവസം അതേ മണിക്കൂറുകൾ കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് അതേ നന്മ തന്നെ മടക്കി തരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത വലിയ നന്മയ്ക്കായി നന്ദി പറയുന്നു. ഈ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ അനുഗ്രഹങ്ങളെ അങ്ങ് ചൊരിയണമേ, രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മഞ്ജു എന്ന പേരുള്ളൊരു സഹോദരി, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം
താൽ പ്രയാസപ്പെടുന്ന മഞ്ജു, കർത്താവ് ഈ സമയത്ത് ആ സഹോദരിയെ സൗഖ്യമാക്കുന്നു. അതുപോലെ അതിഭയങ്കരമായി സ്വെറ്റ് ചെയ്യുന്ന, എന്ന് വെച്ചാൽ കൺട്രോളില്ലാത്ത രീതിയിൽ വിയർപ്പ് വരുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഉമിനീർ ഗ്രന്ഥിയിലും അതുപോലെ കണ്ണിലും ആ 2 ഗ്രന്ഥികൾക്കും തകരാറുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കുടലിനകത്ത് അൾസറുകൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിക്കുക. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവരെ അങ്ങ് തൊട്ട് അനുഗ്രഹിച്ച് മക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ തന്നെ രാജൻ എന്നു പേരുള്ളൊരു സഹോദരൻ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന രാജൻ, ആ കുടുംബത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യണമേ. മാരകരോഗങ്ങൾ പലരിൽ നിന്നിപ്പോൾ വിട്ടുമാറുന്നു. പൈശാചിക ശക്തികൾ ഉപദ്രവം നിമിത്തമുണ്ടായ പ്രയാസങ്ങളും രോഗങ്ങളും അതിപ്പോൾ മാറിപ്പോട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവ് അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ അയക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നാളെയും മറ്റന്നാളും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. എത്ര ദൂരെയാണെങ്കിലും വരണം. ബ്ലെസ്സിങ് ടുഡേയിലൂടെ കർത്താവ് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ നിലയിൽ അനുഗ്രഹിച്ചെങ്കിൽ തീർച്ചയായും വന്ന് അതിൻ്റെ ഒരു റിപ്പോർട്ട് പറയുക. അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വരുമ്പോൾ നിങ്ങൾ കരസ്ഥമാക്കാം. ഓൺലൈനായത് കരസ്ഥമാക്കാം, തപാൽ മാർഗം കരസ്ഥമാക്കാം. അതിനുവേണ്ടി സ്ക്രീൻ നമ്പർ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക, ബ്ലെസ്സിങ് ടുഡേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ബൈ.